വാദം പറയല് അത് പുതിയ വിദ്യയാണ്. ഓന കത്തിന് ഞങ്ങളെ വാദം പറയാം, നടക്കൂല. ഞങ്ങളെ വാദം ഞങ്ങളാ പറയലും, ഞങ്ങളെ വാദം ഞങ്ങളാ പറയല്. നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. മുജാഹിദ് സെന്ററിൽ നിങ്ങൾ എഴുതി വെച്ചാൽ ഞങ്ങളെ വാദാവില്ല. ഇതന്നെയാണ് പോയത്തെന്നറിയുന്നത്. അത് ഒരിക്കലാവുക വ്യക്തമാണ്. അപ്പൊ മുബാഹ് സുന്നത്തൊന്നാം ജാലിന് പരമ്പരയിലായി അതാണ് സംഭവിച്ചത്. പോയത്തം മാത്രമേ നിങ്ങൾ പറയുള്ളൂ. ഞങ്ങൾ വ്യക്തമായി പറയുന്നു. ഞങ്ങൾ പറഞ്ഞ എന്താ? ഞങ്ങളെ വാദത്തിന്റെ നേരേതത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ പുണ്യമാണ്, അനുവദനീയമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞു പുണ്യമല്ല, തടയേണ്ടതാണ്. നിങ്ങൾ ഉമർ മൗലവി എന്താ പറഞ്ഞത്? ഉമർ മൗലവി പറഞ്ഞത് എന്താ? MCC മൗലവി പറഞ്ഞത് നിർബന്ധമാണ്, സുന്നത്താണെന്ന് നിങ്ങൾ എഴുതിയില്ലേ? എന്തേ നിങ്ങൾ മുബാഹിൽ ഒതുക്കിയത്? നിങ്ങളെ നേതാക്കൾ പറഞ്ഞ വാദം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞോ? അബലകളും സബലകളുമാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ രക്തം വരാൻ വരെ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എഴുതിയതല്ലേ? ആ സ്ത്രീകൾക്ക് അതൊക്കെ മാറിയോ? പറയണ്ടേ നിങ്ങൾ? അതുകൊണ്ട് തന്നെ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളാണ് നേതാക്കളെ കൈവിട്ടത്. ഞാൻ പറഞ്ഞു കാന്തപുരം ഉസ്താദ് എഴുതിയ അതേ ഭാഷ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു, വ്യക്തമാണെന്ന് പറഞ്ഞു. നിങ്ങളപ്പോ ഒരു വരി മാത്രം വായിച്ചു, ആ വരി മാത്രം വായിച്ചു നിർത്തല്ല, ആ പുസ്തകം മുഴുവനങ്ങൾ വായിക്ക്. അതിന്റെ 40-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാലത്ത് അനുവദനീയമല്ലെന്നാണ് ഞങ്ങളുടെ വാദം. അതും കൂടി ചേർത്ത് കൊടുക്ക് മൗലവി. അത് നിങ്ങൾ കട്ടതാണ്, അതിന്റെ രത്ന ചുരുക്കമാണ് ഞങ്ങളുടെ വാദമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത്. അതിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മുബാഹ് സുന്നത്ത് വിട്ടുകഴിഞ്ഞാൽ ധാർമ്മികളെ മറക്കണ്ട. മുബാഹ് സുന്നത്ത് ഒന്നല്ല, അതുങ്ങളെടുക്ക് ഓർമ്മിച്ചോടി നല്ലതാണ്. അങ്ങനെ തെളിയിക്കാത്ത കാര്യത്തിൽ നിങ്ങൾ പറയും. പിന്നെ കൂടുങ്ങി 2 കൂടുന്നതിന് മേലിൽ ഇതിന് കൊണ്ടും തോന്നുന്നില്ല. പോകട്ടെ, ഇരിക്കട്ടെ. ഏതായാലും ഒരു കാര്യം പറയാ, കാന്തപുരം ഉസ്താദിന്റെ ബുക്ക് മുഴുവനും വെച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ വാ. ഇല്ല, മുജാഹിദ് പ്രവർത്തകനായിരിക്കാം, പക്ഷെ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ വാദമെന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് കേട്ടല്ലോ? ഇത് ഞാൻ അല്ല, ഇത് ഇത്ര നേരം കേട്ട സ്ഥിതിക്ക് മാത്രം പറയുന്നതാ, അല്ലാണ്ട് ഒരു ഭാഗത്തിന്റെ വാദം എന്നുള്ള പറയുന്നതല്ല. സുന്നികളുടെ വാദം ഇങ്ങനെയാ. പിന്നെ സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നത്. ഇനി മുജാഹിദുകൾ പറയുന്നു സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പോകൽ കൂലി കിട്ടുന്ന കാര്യമാണ്, ഇസ്ലാമികമായി അനുവദനീയവുമാണ്. ഈ അല്ല, ഒരു മിനിറ്റ്, ഇവരും കൂടി സ്വീകരിക്കും. നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ഇതുവരെ ഉന്നയിച്ചിരുന്ന വാദം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇനി സിദ്ദീഖ് ഭായി പറഞ്ഞ വാദം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അതാണോ നിങ്ങളുടെ വാദം? ഇക്കാലം വരെ നിങ്ങൾ പറഞ്ഞ വാദം അതാണോ? അല്ല. എന്താ ഇപ്പൊ കാന്തപുരത്തിന് വിട്ട് സിദ്ദീഖിനെ സ്വീകരിച്ചത്? നിങ്ങൾക്ക് കാന്തപുരം മതിയായോ? കാന്തപുരത്തിന്റെ നിഷിദ്ധമാണ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഈ മുസ്ലിയാരുടെ ഹറാമാണ് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എന്ത് സിദ്ദീഖ് ഭായി ആയോ നിങ്ങളുടെ നേതാവ്? നിങ്ങൾ പറയണം, എങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം. ഞങ്ങൾക്കതാണ് വാദം, ഹറാമാണെന്ന വാദം ഞങ്ങൾക്കില്ല. അതല്ലെങ്കിൽ ഈ എഴുതിയ നിഷിദ്ധമാണ് എന്ന വാദം ഞങ്ങൾക്കില്ല. ഞാൻ നിങ്ങളെ എത്ര നേരമായി വിളിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറയും സിദ്ദീഖിനെ തള്ളിയല്ലേ, മുജാഹിദിനെ തള്ളിയല്ലേ. ഞാൻ നിങ്ങളോട് എത്ര നേരമായി ചോദിക്കുന്നു, കാന്തപുരത്തിന്റെ പുസ്തകത്തിലെ 1-ാമത്തെ പാരഗ്രാഫിന് നിങ്ങൾ റെഡിയാണോ എന്ന്. ഞങ്ങൾ സിദ്ദീഖ് പറഞ്ഞതല്ല ഇത് സ്വീകരിക്കേണ്ടത് എന്ന് ഞങ്ങൾ പറയുമ്പോ മുജാഹിദിനെ തള്ളി എന്നല്ലേ നിങ്ങളുടെ വിഷമം? കാന്തപുരത്തെ തള്ളിയിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ? കാന്തപുരം എഴുതിയത് ഞാൻ പറഞ്ഞു, കാന്തപുരം എഴുതിയത്. കാന്തപുരത്തെക്കാൾ വലിയ നേതാവ് നിങ്ങൾക്ക് സിദ്ദീഖായോ? എങ്കിൽ ഞങ്ങൾ ആലോചിക്കാം. അത് നിങ്ങൾ പറയണം. കാന്തപുരം എഴുതിയത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ പറ, കാന്തപുരം എഴുതിയത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, സിദ്ദീഖ് പറഞ്ഞതാണ് സ്വീകാര്യം എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണോ? നിങ്ങൾ പറ. സിദ്ദീഖ് മുജാഹിദാണ്, മുജാഹിദിന്റെ വാദമല്ല. നിങ്ങൾക്ക് അൽഹംദുലില്ലാ, ഇവിടെ ഇതുവരെ നടന്ന ചർച്ചയിൽ സാധാരണക്കാരനായ സിദ്ദീഖിന് മനസ്സിലായത്, അത് അദ്ദേഹം തലശ്ശേരിയിലെ മുജാഹിദിന്റെ സജീവ പ്രവർത്തകനാണ്. പെരിങ്ങാടിയിൽ പലപ്പോഴും നമ്മുടെ പരിപാടികൾ നടന്നപ്പോൾ പേരോട് ഉസ്താദിന്റെ മുഖാമുഖത്തിൽ ശക്തമായി ചോദ്യം ചോദിച്ച അതിന്റെ ഇൻഷാ അല്ലാഹ് സീന് ഞങ്ങൾ ഈ സീഡിയിൽ വേണമെങ്കിൽ കയറ്റും. ഞാൻ പറയട്ടെ, ഈ സിദ്ദീഖിന്റെ അഭിപ്രായമെങ്കിലും ഈ ഓഡിയൻസിൽപ്പെട്ട നിങ്ങളെ പ്രവർത്തകനാണെങ്കിലും അയാളെയും കൂടി കാന്തപുരം സ്വാധീനിച്ചോന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതെങ്കിലും സ്വീകരിക്കാൻ
സാധാരണക്കാരനായ സിദ്ദീഖിന് ബോധ്യപ്പെട്ടതെങ്കിലും ഈ തലപ്പാവുള്ള ദാരിമികളും അതുപോലെ തന്നെ എന്റെ സുഹൃത്തായ തലപ്പാവ് കെട്ടാൻ തൗഫീഖില്ലാത്ത നമ്മളെ കായക്കൊടി ഒന്ന് സ്വീകരിച്ചു കിട്ടിയാൽ ഈ സംവാദം വളരെ ഭംഗിയായി നടത്താൻ കഴിയും. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ വാശി ഒഴിവാക്കി നിങ്ങളെ സജീവ പ്രവർത്തകനായ സിദ്ദീഖിന്റെ ഭാഗത്തു നിന്ന് ഈ അഭിപ്രായമെങ്കിലും സ്വീകരിച്ച് ഈ സംവാദമൊന്ന് നടക്കട്ടെ. തലശ്ശേരിക്കാർക്ക് നിങ്ങളുടെ കപട മുഖം ബോധ്യപ്പെടട്ടെ, ലോകത്തിന് ബോധ്യപ്പെടട്ടെ. ദയവ് ചെയ്ത് കായക്കൊടിയുടെ വാശി ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഈ സാധാരണക്കാരനായ നിങ്ങളെ കൂടെ നടക്കുന്ന സിദ്ദീഖിന്റെ അഭിപ്രായത്തിലേക്കെങ്കിലും അദ്ദേഹം നന്നായി നിഷ്പക്ഷമായി ഇതുവരെ കേട്ട് മനസ്സിലാക്കി പറഞ്ഞ അഭിപ്രായത്തിലേക്ക് ദയവ് ചെയ്ത് കായക്കൊടിയും ഈ പരിവാരങ്ങളും ഒന്ന് തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനി ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. സഹികെട്ടിട്ടാണ് സിദ്ദീഖ് ഇതിൽ ഇടപെട്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ നേതാക്കന്മാരോ ഇതിന് തയ്യാറാകുന്നില്ല. എന്നാൽ സുന്നി പക്ഷത്തിന് ഞാനെങ്കിലും ഒന്ന് അനുകൂലമായി സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ സംവാദം നടക്കണമെന്ന തലശ്ശേരിക്കാരനായ സിദ്ദീഖിന്റെ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ മിണ്ടാതിരിക്കണവിടെ സിദ്ദീഖ് പോയിരിക്കും. സിദ്ദീഖിനെ വിളിച്ചിട്ടില്ല. മിണ്ടാതിരിക്കവിടെ ഇരിക്കും. സിദ്ദീഖ് പറഞ്ഞത് സ്വീകരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് എന്താ ചോദിച്ചത്? കാന്തപുരത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് നിങ്ങൾ അംഗീകരിച്ചു. അല്ല എങ്കിൽ എഴുതിക്കോ. സിദ്ദീഖ് പറഞ്ഞ വാദം എഴുതിക്കോ. ഇമാം ഷാഫിയുടെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ എഴുതിക്കോ. നിങ്ങൾ കാന്തപുരമല്ല, സിദ്ദീഖാണ് ഞങ്ങളുടെ നേതാവ് എന്ന് നിങ്ങൾ അംഗീകരിച്ചു. കാന്തപുരമല്ല, സിദ്ദീഖാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയേണ്ട ദുരന്തത്തിലേക്ക് നിങ്ങൾ എത്തി. എഴുതിക്കോ. നിങ്ങൾ കാന്തപുരം പറഞ്ഞത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് സിദ്ദീഖ് പറഞ്ഞതാണ് സ്വീകാര്യം. എഴുതണം നിങ്ങൾ. പറ, സിദ്ദീഖ് എന്താ പറഞ്ഞ് എഴുത്. സിദ്ദീഖ് പറഞ്ഞ് എഴുത്. പറയണ്ട. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ വാദം സുന്നികളുടെ വാദം, സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. ഇതാണ് സാധാരണ കേൾക്കുന്ന രീതിയിൽ പറഞ്ഞത്, അല്ലാണ്ട് വേറൊരു രീതിയിൽ പറഞ്ഞല്ല. സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. മുജാഹിദുകളുടെ വാദം, സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പോകൽ കൂലി കിട്ടുന്ന കാര്യമാണ്, ഇസ്ലാമികപരമായി അനുവദനീയവുമാണ്. അതൊരു ദയവ് ചെയ്ത് രണ്ടു കൂട്ടരും ഒരഭിപ്രായം ഒന്ന് ഒരു മിനിറ്റ് സാലൻ, പ്ലീസ് സാലൻ, ഒരു മിനിറ്റ് സാലൻ. ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സുന്നികളെ വാദം, സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. അതാണ് സുന്നികളെ മുജാഹിദുകളുടെ വാദം, സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൽ മൊയ്തുക പ്ലീസ്. എഴുതിക്കോ ഒന്ന് എഴുതിക്കോ.
അനിഫോലും എഴുതിക്കോളി. ഒന്ന് എഴുതി ഒരാൾ എഴുതും. പേപ്പർ വെച്ചോളി. പറ സൈലന്റ്. നിങ്ങൾ വായിക്കലേ എഴുതിയാൽ മതി. സുന്നികളെ വായിച്ചോളി. സുന്നിവാദം. സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. സ്ത്രീകൾ പൊതുവെ പറ്റി ബാധിക്കുന്ന നമ്മൾ കാണുന്നത് പുറത്തുനിന്ന്. ആ നിലക്ക് മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ, സംഘടനാപരമായിട്ട് അഭിപ്രായം പറഞ്ഞില്ല. ദയവരിച്ച് അത്തരം രീതി തെറ്റിദ്ധരിക്കാൻ പാടില്ല. മുജാഹിദുകൾ സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പോകൽ കൂലി കിട്ടുന്ന കാര്യമാണ്, ഇസ്ലാമികപരമായി അനുവദനീയവുമാണ്. ഈ ഒരു വാദം പറ്റുവാണെങ്കിൽ മാത്രമേ പറയുള്ളൂ. അതെ, ഓക്കെ. ഏത് ഒപ്പിട്ട് പേപ്പർ കൊടുക്കി. ഒപ്പിട്ട് പേപ്പർ ഇവിടെ. എഴുതാണല്ലോ ഇനി പറയണ്ട. വിഷയം 1, സ്ത്രീകളുടെ ജമാഅത്ത് ജുമാ. മുജാഹിദ് വാദം, സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമാണ്, കൂലി കിട്ടുന്ന കാര്യവുമാണ്. സുന്നി വാദം, സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. എന്താണ് തർക്കമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഉന്നയിച്ച തർക്കം, നിങ്ങൾ ഉദ്ധരിച്ച വിഷയം, നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമികമല്ല അനുവദനീയമാണെന്നല്ലേ? അനുവദനീയമാണെന്നാണോ പറഞ്ഞത് എന്നല്ലേ? ഒരു മിനിറ്റ്. അതെ, അനുവദനീയമാണെന്ന് എഴുതി. ഒരു മിനിറ്റ്. സുന്നികളെ വാദം, സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. സുന്നികളെ വാദം എന്നുള്ള രീതിയിൽ സുന്നികളുടെ വാദമായിട്ട് നീ പറഞ്ഞത് ഞാൻ വായിക്കുന്നതാണോ എന്നൊന്ന് പറയോ? സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല ആണല്ലോ. ഇനി മുജാഹിദ് വാദമായിട്ട് നീ എഴുതിയ ഞാൻ വായിക്കുന്നത് അത് ശരിയാണോ എന്നൊന്ന് പറയോ? സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ അനുവദനീയമാണ്, കൂലി കിട്ടുന്ന കാര്യവുമാണ്. അനുവദനീയമാണ്, ഇസ്ലാമികപരമായി അനുവദനീയമാണ്. ശരിയാണ്. അമീർ മൗലവി ജിന്നളകല്ലേ അമീർ മൗലവി വിറയലകല്ലേ? ശൈത്താൻ വരുന്നുണ്ടാ? മൂപ്പര് ഇളകി അവിടെ ശൈത്താൻ വരുന്നുണ്ട്. മൂപ്പര് കിടന്ന് പഠിച്ചപ്പോഴേ പറഞ്ഞതാണ്, പെട്ടെന്ന് ജിന്ന് കാര്യം. നല്ല പരിചയമാണല്ലോ ഇളകിയിട്ട് തന്നെ. അല്ല, അവിടെ പരിചയമുണ്ട്, നേരിട്ട് കണ്ട. നിങ്ങൾ എഴുതിയില്ലേ? അല്ല, അത് പറയുമ്പോ ഇവിടുന്ന് തിരിച്ചു വരും. ഇവിടെ പറഞ്ഞ അതെ പറഞ്ഞോളൂ. ഇവിടെ വേറെ ഇളകിയപ്പോ പറഞ്ഞത് അതെന്താ വിഷയം എഴുതി, ഇനി ബാക്കി കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ഈ വിഷയത്തിൽ എഴുതാം, ഈ വിഷയത്തിൽ ബാക്കി കാര്യങ്ങൾ എഴുതാം. ഓക്കെ, മതി. അപ്പൊ പിന്നെ അടുത്ത നമുക്ക് വ്യവസ്ഥ ഉടനെ എഴുതും. ഒന്ന് എഴുതിയിട്ട് നമുക്കൊന്ന് നടത്താം. ഒന്ന് എഴുതി ഒന്ന് നടത്തിയിട്ട് പിന്നെ എഴുതാം. ഇനി ഇതില് പ്രമാണം എന്നുള്ള തലക്കെട്ടില് ഇമാം ഷാഫിയുടെ കിതാബുകൾ, അല്ലെ? പ്രമാണം എന്നുള്ള തലക്കെട്ടിന്റെ കീഴില് ഇമാം ഷാഫിയുടെ കിതാബ്, പ്രമാണങ്ങൾ എന്ന് എഴുതണം അല്ലെ? അവിടെ ഈ വിഷയങ്ങൾ പ്രമാണം വേണ്ട, ഈ വാദങ്ങൾ ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് തെളിയിക്കേണ്ടതാണ്, ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ഈ വാദപ്രതിപാദന അതല്ല, അത് ഓക്കെ. നമ്മൾ ഞങ്ങളെ കത്തിൽ അത് പ്രത്യേകം പറഞ്ഞു. എന്ത്? അതായത്